ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് സിനിമ എന്ന കല എന്ന് പറയുന്നൊരു മൊഡ്യൂളാണ്. ഇതിലൊരു സിനിമ വരുന്നുണ്ട്, പിന്നെ സിനിമ പാട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് സിനിമയാണ് നോക്കാനുള്ളത്. BSc സ്റ്റുഡൻസിൻ്റെ AC2 വരുന്നതാണ് നമ്മളിന്ന് നോക്കുന്ന സിനിമ. അപ്പോൾ സിനിമ എന്താ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സിനിമയുടെ ലോകം ഫീച്ചർ ഫിലിമുകളുടേത് മാത്രമല്ല, ഹ്രസ്വചിത്രവും ഡോക്യുമെൻ്ററിയും അനിമേഷൻ സിനിമയും മ്യൂസിക് വീഡിയോയും ഒക്കെ ചലച്ചിത്രത്തിൻ്റെ വിശാലമായ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഷോർട്ട് ഫിലിം എന്ന് വെച്ചാൽ 70 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള സിനിമകൾക്കാണ് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞിട്ട് സെൻസർ സർട്ടിഫിക്കേഷൻ നൽകുന്നത് കേട്ടോ. അപ്പോൾ പ്രമേയ സ്വീകരണത്തിലും വാക്കുകളുടെ വിന്യാസത്തിലും ആഖ്യാന തന്ത്രങ്ങളിലുമെല്ലാം ചെറുകഥ ഒരു നോവലിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാകുന്നത് പോലെ തന്നെയാണ് ദൃശ്യഭാഷയിലും രൂപണത്തിലും ഹ്രസ്വചിത്രം എങ്ങനെ ഒരു ഫീച്ചർ ഫിലിമിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത്. സമയദൈർഘ്യവും മുതൽ മുടക്കും കുറവാണെന്നുണ്ടെങ്കിലും ഒരു മുഴുനീള കഥാചിത്രത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ട തയ്യാറെടുപ്പുകളും ആസൂത്രണവും ഒക്കെ ഹ്രസ്വചിത്രങ്ങൾക്ക്, അതായത് ഷോർട്ട് ഫിലിംസിനും ആവശ്യം തന്നെയാണ്. മൊബൈൽ ക്യാമറയിൽ സിനിമയുണ്ടാക്കാവുന്ന നിലയിലേക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വികസിച്ചതോടെ ഹ്രസ്വചിത്രങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ പ്രചാരണത്തോടെ ഇവ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാനുള്ള സാധ്യതകളും വിപുലമായി. അപ്പോൾ നമുക്ക് സിനിമയെക്കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മലയാളത്തിൽ ആദ്യത്തെ സിനിമ ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ബാലൻ അത് സംസാരിക്കുന്ന സിനിമയാണ്. വിഗതകുമാരനാണ് ആദ്യത്തെ സിനിമ. ബാലനാണ് ആദ്യത്തെ അതായത് ശബ്ദം ഉണ്ടായ സിനിമ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിലേക്ക് ഒന്ന് നോക്കാം. തട്ടുംപുറത്തപ്പൻ എന്ന് പറയുന്ന 2011 സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ മികച്ച ഹ്രസ്വചിത്രത്തിനും മികച്ച രണ്ടാമത്തെ നടനുമുള്ള പുരസ്കാരം നേടിയ സിനിമയാണ് തട്ടുംപുറത്തപ്പൻ എന്ന് പറയുന്നത്. ദൈവസങ്കല്പങ്ങൾക്ക് പിന്നിലെ ബഹുവിധ സാധ്യതകളെ ആക്ഷേപഹാസ്യ രീതിയിൽ വിശകലനം ചെയ്യാൻ ശ്രമിച്ച ഒരു സിനിമയാണ് തട്ടുംപുറത്തപ്പൻ. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയാണ് തട്ടുംപുറത്തപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ കഥയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റും. മാനസിക വളർച്ച കുറഞ്ഞ ഉണ്ണി എന്ന ചെറുപ്പക്കാരനും രോഗിയായ അമ്മയും താമസിക്കുന്ന പഴയ വീടിൻ്റെ തട്ടുംപുറത്ത് രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് ഓടി രക്ഷപ്പെട്ട് ഒരാൾ ഒളിച്ചിരിക്കുന്നു. എതിരാളികളും പോലീസും ഒക്കെ അയാളെ നാടെങ്ങും തിരയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അയാൾക്ക് ഉടനെ ഒന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്ത നിലയിൽ അയാൾ ആ വീടിൻ്റെ മച്ചിൽ കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദിവസേന പലതവണ കുളിച്ച് ആ മച്ചിന് താഴെ കോണിച്ചുവട്ടിൽ ദൈവചിത്രങ്ങൾക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന ഉണ്ണിയെ അയാൾ ശ്രദ്ധിക്കുകയാണ്. അവൻ ദൈവങ്ങൾക്ക് സമർപ്പിച്ച നിവേദ്യം കോണിപ്പഴുതിലൂടെ ഇങ്ങനെ കയ്യെത്തിച്ചെടുത്തിട്ട് അയാൾ വിശപ്പ് മാറ്റുന്നുണ്ട്. ഒരു ദിവസം ദൈവത്തിൻ്റെ അശരീരി എന്ന മട്ടിൽ അയാൾ അവനോട് സംസാരിക്കുന്നു. താൻ ഈ വീടിൻ്റെ ദൈവമായ തട്ടുംപുറത്തപ്പനാണെന്നും നിവേദ്യത്തിന് ശേഷം അടച്ചുപൂജ വേണമെന്നും അയാൾ പറയുന്നു. അപ്പോൾ ഉണ്ണി എന്ത് ചെയ്യും? അപ്രകാരം അടച്ചിടും. അവൻ വാതിലടച്ച് പുറത്ത് നിൽക്കുമ്പോൾ അയാൾ ഈ നിവേദ്യം എടുത്തിട്ട് കഴിക്കുകയും ചെയ്യും. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഇത് ആവർത്തിക്കുന്നു. അപ്പം അങ്ങനെ ഈ ഉണ്ണിക്ക് വിശ്വാസം വരും. അപ്പോൾ വിശ്വാസം വർദ്ധിച്ച ഉണ്ണി അമ്മയോടും മറ്റു തട്ടുംപുറത്തപ്പനെ കുറിച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒളിച്ചു താമസിക്കുന്ന ആ സമർത്ഥമായി അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. മച്ചിലെ ആൾപെരുമാറ്റം അന്വേഷിച്ചെത്തുന്ന പോലീസിനെ അകത്ത് കയറിയാൽ തട്ടുംപുറത്തപ്പൻ്റെ ശാപം കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണി തടയുന്നത്. പക്ഷേ നാട്ടുകാരൊക്കെ അവനെ ബലം പ്രയോഗിച്ചിട്ട് പിടിച്ചു മാറ്റുന്നു. തട്ടുംപുറത്ത് പരിശോധന നടത്തുമ്പോൾ അവിടെ ഒന്നും കണ്ടെത്താൻ പറ്റാതെ പോലീസുകാർ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. എന്നാൽ മച്ചിന് മുകളിലെ തട്ടുംപുറത്തപ്പനെ കുറിച്ച് ഉണ്ണി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും തള്ളിക്കളയുന്നില്ല. അവിടെ കൂടിയവരിൽ ചിലരുടെയൊക്കെ സംഭാഷണത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. പിന്നീട് ആ മച്ചിൽ ദൈവചൈതന്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തട്ടുംപുറത്തപ്പൻ എന്നൊരു ദൈവസങ്കല്പം രൂപപ്പെടുകയും അവിടെ തട്ടുംപുറത്തപ്പൻ്റെ ഒരു മഠമായി മാറുകയും ചെയ്യുന്നത്. കാരണം സിനിമ അവസാനിക്കുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു സ്ഥലത്തിൻ്റെ ഒരു ബോർഡ് ഉണ്ടാവും, ഒരു ആരോ മാർക്ക് വെച്ചിട്ട് തട്ടുംപുറത്തപ്പൻ്റെ അടുത്തേക്കില്ല വഴി എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഈ ഒരു വിശ്വാസം മാറുകയാണ് ചെയ്യുന്നത്. അതായത് മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമായി ദൈവസങ്കല്പങ്ങൾക്ക് ഒരേ ഒരു ഘടന മാത്രമല്ല ഉള്ളത്. ഏകദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും ഒക്കെ മനുഷ്യരുടെ ഇടയിലുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ പ്രചാരമുള്ള ദൈവസങ്കല്പങ്ങൾ മുതൽ തികച്ചും പ്രാദേശികമായ ദൈവസാന്നിധ്യങ്ങൾ വരെയുണ്ട്. അപ്പോൾ ഈ സങ്കല്പ വൈവിധ്യങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു വികസിച്ചതിന് വിശ്വാസികളുടെ പക്ഷത്ത് വിശ്വാസപരമായ പല ബോധ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും യുക്തിസഹമായ വിശദീകരണം പറയുക സാധ്യമല്ല. മിത്തും യാഥാർത്ഥ്യവും ഒക്കെ തമ്മിലുള്ള ബന്ധം അത്രമേൽ സങ്കീർണമായിട്ടാണ്
ഓരോ വിശ്വാസത്തിനും ഉള്ളത്. മാത്രമല്ല വർത്തമാനകാലത്ത് ആൾ ദൈവങ്ങളും ദൈവസ്ഥാനങ്ങളും ഒക്കെ നിർമ്മിക്കപ്പെടുന്നുമുണ്ട്. അപ്പം മനുഷ്യൻ തന്നെ ദൈവമാകുന്ന ഈ എന്താ പറയുക വിപര്യം ആത്മീയ കച്ചവടത്തിൻ്റെ ഉപോൽപ്പന്നമാണ് ഈ സമസ്യയെ ഒരു എന്താ പറയുക ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയില്ലേ, കറുത്ത ഹാസ്യത്തിൻ്റെ പിൻബലത്തിലാണ് തട്ടുംപുറത്തപ്പൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാരണം വലിയ ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു കുട്ടി പറയുന്ന ആ ഒരു വാക്കുകളിൽ നിന്നും ആ ഒളിച്ചു താമസിച്ച ആൾക്ക് ഒരു ഒളിത്താവളം മാത്രമായിരുന്നത്. പക്ഷേ പിന്നീട് കാലാന്തരത്തിൽ അതൊരു വിശ്വാസികളുടെ ഒരു എന്താ പറയുക ദൈവസങ്കല്പമായി മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ആ ഷോർട്ട് ഫിലിം ഒന്ന് കാണുക. യൂട്യൂബിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്.